നമസ്കാരം. നെഹ്റു ട്രോഫി വള്ളംകളി ഉപേക്ഷിച്ചിട്ടില്ല എന്നും എപ്പോൾ നടത്താൻ തീരുമാനിച്ചാലും ടൂറിസം വകുപ്പ് എല്ലാ നിലയിലും സഹകരിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വള്ളംകളി നടത്തുന്നതിനെപ്പറ്റി സർക്കാർ ആലോചിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും സർക്കാർ സഹായം ലഭിക്കില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. വള്ളംകളി ഉപേക്ഷിച്ചിട്ടില്ല എന്നും ഓണത്തിന് ശേഷം നടത്തുമെന്നും PP ചിത്തരഞ്ജൻ MLAയും പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ടൂറിസം വകുപ്പല്ല സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് മന്ത്രി റിയാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. കളക്ടർ ചെയർമാനായുള്ള നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ് വള്ളംകളിയുടെ സംഘാടകർ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷമാകെ സർക്കാർ ആഘോഷങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. സെപ്റ്റംബറിലെ ഓണാഘോഷ പരിപാടിയാണ് സർക്കാർ വേണ്ടെന്ന് വെച്ചത്. ജൂലൈ മുതൽ തയ്യാറെടുപ്പ് നടത്തേണ്ട ചാമ്പ്യൻസ് ബോട്ട് ലീഗും മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ ഡിസംബറിൽ ബേപ്പൂരിൽ നടക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടിയല്ല. ജൂലൈ 8 നടന്ന വർക്കിംഗ് ഗ്രൂപ്പിലാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. വള്ളംകളിയുടെ ജനകീയതയെക്കുറിച്ചും നാടിന്റെ വികാരത്തെക്കുറിച്ചും ടൂറിസം വകുപ്പിന് നല്ല ധാരണയുണ്ടെന്നും മന്ത്രി പറയുന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മാറ്റിവെക്കുകയാണ് ഉണ്ടായതെന്ന് മന്ത്രി പറയുമ്പോഴും ഈ വർഷം CBL നടത്തുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതി എന്നു തീരുമാനിക്കുമെന്നും സർക്കാർ പറഞ്ഞിട്ടില്ല. വള്ളംകളിയുമായി സഹകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും സർക്കാർ ഗ്രാൻഡായി നൽകുന്ന 1 കോടി രൂപ നൽകുമോ എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടും ഇല്ല.